ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ഡയറക്ടറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പൊ ഇപ്പം ഞാൻ കാമാഖിയിലാണുള്ളത്. അമ്പലത്തിൽ പോയിട്ടില്ല. ഇവിടെ ഒരു ഹോട്ടലിലാണുള്ളത്. ഞങ്ങള് എത്തിയതേ ഉള്ളൂ. ഇനി നാളെയും മറ്റന്നാളും 2 ദിവസം കൂടി ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കും. ഞാൻ ഇവിടെ എത്തിയപ്പോ തന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അമ്പലത്തിൽ പോയില്ല, പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും. അവിടെ ഇരുന്ന് ഹീൽ ചെയ്യാം. അപ്പോൾ ഞാൻ അപ്ഡേറ്റ്സ് എല്ലാം അറിയിക്കാട്ടോ നിങ്ങളെ. ഞാൻ ഷോർട്സ് എങ്കിലും ഇട്ടിട്ട് പറയാം. പിന്നെ എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ പോകുന്ന സ്ഥലത്ത് ഞാൻ കാണുന്ന കാഴ്ചകളൊക്കെയും എനിക്ക് നിങ്ങളെയും കാണിക്കണം എന്ന് ആഗ്രഹമുണ്ട്. കുറേ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചേച്ചിയോടൊപ്പം കുറേ ആഗ്രഹങ്ങളും കൂടി തന്നുവിട്ടിട്ടുണ്ടെന്ന്. നിങ്ങള് മനസ്സിൽ പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. നിങ്ങള് മനസ്സിൽ പ്രാർത്ഥിക്കുന്ന കാര്യം ദൈവം നടത്തിത്തരും. അത് ഞാൻ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കുറെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ പൊതിഞ്ഞ് എൻ്റെ കൂടെ തന്നുവിട്ടിട്ടുണ്ടെന്ന് കുറേ മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട്. ഒത്തിരി സന്തോഷമാണ് എനിക്കത്. കാരണം നിങ്ങളെല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും ദേവി തരട്ടെ നിങ്ങൾക്ക്. ഞാൻ ഹൃദയത്തിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഞാൻ കുറേ വീഡിയോസ് എടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ കാണിക്കാം. ഇവിടെ ഞങ്ങള് ഈ നീലാഞ്ചൽ എന്നാണ് ഈ ഇവിടുത്തെ പർവ്വതത്തിന്റെ പേരാണ് നീലാഞ്ചൽ പർവ്വതം. അപ്പോൾ പിന്നെ ബ്രഹ്മപുത്ര നദി കണ്ടു. പിന്നെ അത്ര നന്നായിട്ട് കാണാൻ പറ്റിയില്ല. നാളെ കാണാമല്ലോ. ഇതെല്ലാം ഞാൻ നാളെ വീഡിയോയിൽ കാണിക്കാം. നാളെ ഞാൻ വീഡിയോ എടുത്ത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. പിന്നെ എൻ്റെ കൂടെ നിങ്ങളും വായോട്ടാ. നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ ഹൃദയത്തിൽ കൊണ്ടാണ് ഇവിടെ വന്നത്. എൻ്റെ ഹൃദയത്തിലുണ്ട് എല്ലാവരും. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദേവി എന്താണ് പറയുന്നത്, എന്ത് അനുഗ്രഹമാണ് നിങ്ങൾക്ക് തരുന്നത്, ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാട്ടോ. അപ്പോ എന്താണ് ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? 7 of Wands, the Sun, Justice, Eight of Swords, Ace of Swords, Tower, the Empress, good luck charm, ഓട്ടം വന്നിട്ടുള്ളത് ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. ഇതില് ആദ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത് 7 of Wandsന്റെ എനർജിയാണ്. അപ്പോ നിങ്ങളെ പാസ്റ്റില് അല്ലെങ്കിൽ ചിലപ്പോ ഈ ഒരു സമയത്ത് പോലും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കേട്ടാ. കുറേ ആൾക്കാർ നിങ്ങളെ കുറ്റക്കാരാക്കുന്നുണ്ട്. ചിലപ്പോ നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് കുറ്റം ആരോപിക്കപ്പെട്ട ആൾക്കാരായിരിക്കാം. ഒറ്റപ്പെട്ടു പോയ ആൾക്കാരുടെ എനർജിയാണ് കേട്ടാ. അപ്പോ ഒറ്റപ്പെട്ടു പോയ ആൾക്കാർക്കാണ് എപ്പോഴും ദൈവം കൂട്ടുള്ളത്. എപ്പോഴും മനസ്സിലാക്കണേ അത്. കാരണം നമ്മൾ ഒത്തിരി സ്ട്രഗിളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാസ്റ്റിൽ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ഒത്തിരി സ്ട്രഗിളിലൂടെ കടന്നു പോയിട്ടുണ്ട്, ആരുമില്ല, എല്ലാവരും എതിരായി നിൽക്കുന്ന ആൾക്കാർക്കാണ് യഥാർത്ഥത്തിൽ ദൈവം, അവരുടെ കൈ ദൈവം പിടിക്കൂട്ടാ. നമുക്ക് ആരും ഇല്ലാത്തവർക്കാണ് ദൈവം ഉള്ളത്.
അപ്പൊ അത് ഉറച്ച് വിശ്വസിക്കുക. ഇതില് കുറേ ആൾക്കാരുണ്ട് നിങ്ങളെ ചിലപ്പോ കുറ്റക്കാരാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന കുറെ ആൾക്കാരുടെ ഇടയിൽ ഒന്നും പറയാൻ പറ്റാതെ നിൽക്കുന്ന ഒരാളിന്റെ എനർജിയാണിത്. അപ്പം ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ ഇതിനകത്തുണ്ടായിരിക്കാം. ചിലപ്പം എന്തെങ്കിലും മിസ്റ്റേക്സ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടായിരിക്കാം നമ്മളുടെ ഭാഗത്ത് നിന്ന്. അപ്പോൾ അതിന്റെ പേരിൽ ഒറ്റപ്പെടുത്തി പോയതായിരിക്കാം. ചിലപ്പോൾ ചെയ്യാത്ത തെറ്റിന് അങ്ങനെ ഒറ്റപ്പെട്ടു പോയ, അത് നമ്മൾ തെറ്റ് ചെയ്തില്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യമുള്ള ആൾക്കാരുടെ എനർജി ഉണ്ട്. അപ്പോ ഇതില് അവർക്കാണ് സണ്ണിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. ഇതില് നിങ്ങൾ ഒറ്റയ്ക്ക് മതി എന്നുള്ളൊരു തീരുമാനം നിങ്ങൾ എടുക്കാം. നമ്മൾ കുറെ ആൾക്കാരൊന്നും നമ്മളുടെ കൂടെ വേണ്ട. നമുക്ക് നമ്മൾ മാത്രം മതി, വേറെ ആരും തന്നെ വേണ്ട. ഈ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ദൈവം നമ്മളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതില് നിങ്ങൾ സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങളെ അനുവദിക്കണം എന്നാണ് ഈ ഒരു മെസ്സേജിൽ പറയണത്. നിങ്ങൾക്ക് സന്തോഷം ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങളെ അനുവദിക്കാത്തത് കൊണ്ടാണ് അത്. നിങ്ങളെ അനുവദിക്കുക. അപ്പോൾ ഒരു പുതിയ തുടക്കം ആകട്ടെ, ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആ ഇരുളൊക്കെ മാറി ഒറ്റപ്പെട്ടിരുന്ന ഒരവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഇതിൽ ജസ്റ്റിസ് ആണ്. അപ്പോൾ നീതിയുണ്ട്, നീതി നിങ്ങൾക്കാണ് എന്നുള്ളതാണ് കേട്ടാ. നിങ്ങളുടെ ഭാഗത്ത് നീതിയുണ്ടെന്ന് ദൈവം തിരിച്ചറിയുന്ന ഒരു മൊമെന്റ് ആണ് അത്. ചിലപ്പോ ഇന്നത്തെ ദിവസം ഉണ്ടാവും. കുറേ കാലം കൊണ്ട് ചിലപ്പോൾ മറ്റുള്ളവര് ഒറ്റപ്പെടുത്തി നിർത്തുകയും നിങ്ങളെ ഇപ്പം തെറ്റ് ചെയ്യാതെ ശിക്ഷിക്കപ്പെടുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെയല്ല. നിങ്ങളുടെ ഭാഗത്ത് നീതി ഉണ്ടെന്ന് ഈ ഒരു സമയം പ്രപഞ്ചം മറ്റുള്ളവരെ അറിയിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അത് ഇപ്പൊ നമുക്ക് നീതി കിട്ടുന്നു എന്നാണ് ഇതിനകത്ത് കാണുന്നത്. പിന്നെ 8 ഓഫ് സോഴ്സിന്റെ എനർജിയാണ്. ഓവർ തിങ്ക് ചെയ്യുന്നു, ആവശ്യമില്ലാത്ത കാര്യം ഒരുപാട് ചിന്തിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇതില്. നിങ്ങൾ കുറേ ചിന്തിച്ച് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റൂല. നമ്മൾ ചിന്തിച്ചത് തന്നെ വീണ്ടും വീണ്ടും ചിന്തിച്ച് വരുംവരായികൾ ഒരുപാട് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം ചെയ്തു തീർക്കാൻ നിങ്ങൾക്ക് പറ്റൂല. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കണ്ട, നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാനാണ് പറയുന്നത്. ഒരു ചിന്തകള് കാട് കയറി നമ്മളെ തന്നെ ഇല്ലാതാക്കി കളയും. അപ്പോൾ നമ്മൾ അധികം അങ്ങ് ചിന്തിക്കാൻ പോണ്ട. നമ്മളുടെ മുന്നിലുള്ള കാര്യം ചെയ്തു തീർക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് പിന്നെ വന്നത് ഏസ് ഓഫ് സോഡ്സിന്റെ എനർജിയാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു ചെറുതിരി വെട്ടം എവിടെന്നോ ഇന്നത്തെ ദിവസം കിട്ടുന്നുണ്ട്. ഒരു പ്രകാശം, ഒരു പ്രതീക്ഷ, നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ ഒരു പ്രതീക്ഷയ്ക്കുള്ള എന്തോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന എന്തോ ഒരു കാര്യം ഇന്നത്തെ ദിവസം സംഭവിക്കുന്നു എന്നാണ് കാണുന്നത്. അത് ചിലപ്പോൾ ഒരു ഐഡിയ ആകാം, ചിലപ്പോൾ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആകാം, ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങൾക്ക് തരുന്നൊരു ഓഫർ ആകാം, ചിലപ്പോൾ നിങ്ങൾക്ക് വരുന്നൊരു മെസ്സേജോ കോളോ ഒക്കെ ആകാം. അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് കോൺഫിഡൻസ് ലെവൽ കൂട്ടുന്ന, നിങ്ങളുടെ പാസ്റ്റിനെ നിങ്ങൾക്ക് പാസ്റ്റിൽ ട്രോമാസിനെ ഇല്ലാതാക്കി കളയാൻ പറ്റുന്ന ഒരു തിരിവെട്ടം എവിടെന്നോ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് കാണുന്നത്. പിന്നെ അടുത്ത് വന്നിട്ടുള്ളത് ടവറാണ്. അപ്പോൾ നിങ്ങള് ഒരു ഷെയ്ക്ക് വരുന്നൊരു ദിവസമാണ് കേട്ടോ ഇന്നത്തെ ദിവസം. കൂടുതൽ ആൾക്കാർക്കും ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഇന്ന് കിട്ടും എന്ന് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ സത്യം മനസ്സിലാക്കുന്ന ഒരു ദിവസമാണ്. നമ്മൾ ആവശ്യമില്ലാത്ത ഈഗോ ഒക്കെ കൊണ്ടു കിടക്കുന്ന ആൾക്കാർ നമ്മളത് പൂർണ്ണമായും വിട്ടുകളയുക, നമ്മൾ തന്നെ സറണ്ടർ ചെയ്ത് കൊടുക്കുക. നമ്മളെയും നമ്മളെ ആവശ്യങ്ങളെയും
ഒക്കെ നമ്മൾ സറണ്ടർ ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റണം. ഓവർ തിങ്ക് ചെയ്ത് ഇപ്പോൾ എന്തുകൊണ്ടാണ് നടക്കാത്തത്, എന്താണ് സംഭവിക്കാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഉള്ള ചിന്തകൾ മാറ്റി അത് വരുന്നത് വരട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങളത് വിട്ടുകൊടുക്കുക. കാരണം എല്ലാ കാലവും എല്ലാ കാര്യങ്ങളും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. എല്ലാ കാര്യത്തിനും മാറ്റം വരും എന്നാണ് ഈ ടവർ പറയുന്നത്. നമ്മൾ ദൈവം വിചാരിച്ച ഒരു നിമിഷം കൊണ്ട് മാറ്റാൻ പറ്റും എല്ലാ കാര്യങ്ങളും. ഒരു സഡൻ ചേഞ്ച് ഉണ്ടാക്കാൻ പ്രപഞ്ചത്തിന് പറ്റുമെന്ന് വിശ്വസിക്കുക. നിങ്ങൾക്ക് ഇന്നൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആയിരിക്കാം, ഒരു വേക്കണിങ്ങിന്റെ ഒരു ഇത് ഉണ്ടാകും കേട്ടോ. അങ്ങനത്തെ ഒരു ഷെയ്ക്കാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ചിലപ്പോൾ മെഡിറ്റേഷനിലോ പ്രാർത്ഥനയിലോ ഒക്കെ ആയിരിക്കാം അങ്ങനെ ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട്. എംബ്രസിന്റെ എനർജിയാണ് കാണുന്നത്. ഇതില് നിങ്ങളുടെ ക്രിയേറ്റീവ് എനർജി അത് കൂടുന്നൊരു സമയമാണ് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓവർ തിങ്ക് ചെയ്യാതെ നിങ്ങളത് ചെയ്യുക എന്ന് തന്നെയാണ് ഇതിനകത്ത് കാണുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പലപ്പോഴും അത് മനസ്സിലാകുന്നില്ലായിരിക്കാം. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പം നിങ്ങൾ ചെയ്യുന്ന ഒരു ബിസിനസ്സോ ഒരു പ്രവൃത്തിയോ, ഇപ്പൊ ഈ ബിസിനസ് മാത്രമല്ല, നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് പോലും ഒരു വലിയ ഫലം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യങ്ങളാകാം, ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യമാകാം, നിങ്ങൾ ചെയ്യുന്നൊരു ബിസിനസ് ആകാം, നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യമാകാം. അതുകൊണ്ട് നാളെ നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറം ഒരു വലിയ ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റും എന്നാണ് കാണുന്നത്. പിന്നെ ഗുഡ് ലക്ക് ചാമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്പെല്ല് പറയാം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് നടക്കുന്നില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങളൊരു സ്പെല്ല് പറയാം. സ്പെല്ലെന്ന് പറയുമ്പം നമുക്ക് മന്ത്ര ചാൻഡ് ചെയ്യട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ദൈവത്തിന്റെ മന്ത്രം ചാൻഡ് ചെയ്യുക. നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചാൻഡ് ചെയ്യാം. ഇപ്പോൾ ക്രിസ്തുമത വിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്ക് ബൈബിൾ വചനങ്ങളോ സങ്കീർത്തനങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ചാൻഡ് ചെയ്യാം. പിന്നെ ഇസ്ലാം വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഖുറാനിലോ ഓതുന്ന ഏതെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമല്ലോ, അപ്പൊ അത് ഓതാമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ആവശ്യം നടക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ വിചാരിക്കുന്ന കാര്യം നടക്കാൻ അത് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതലേക്ക് കൊണ്ടുവരും. നിങ്ങൾ വിശ്വസിച്ചൊരു കാര്യം ചെയ്താൽ, നിങ്ങൾ എന്തെങ്കിലും മന്ത്ര ചാൻഡ് ചെയ്താൽ നിങ്ങൾക്ക് അതിൽ ആ ഒരു ഗുഡ് ലക്ക് കൊണ്ടുവരും എന്നാണ് കാണുന്നത്. പിന്നെ ബോട്ടം വന്നിട്ടുള്ളത് ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അപ്പോൾ ഒരു അബണ്ടന്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. ഇത് ചിലപ്പോൾ ഇപ്പൊ ചെറിയൊരു സ്റ്റാർട്ട് ആണെങ്കിൽ പോലും ഫ്യൂച്ചറിൽ വളരെ വലിയൊരു കാര്യം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യം, ഒരു ചാൻസ് നിങ്ങൾക്ക് ഈ ഒരു സമയം വരുന്നു. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു കാര്യം നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറം വലിയൊരു കാര്യത്തിലേക്ക് പോകുന്നു എന്നാണ് കാണുന്നത്. ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജി പറയുന്നത്. അപ്പോ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യണം. കാരണം ആ എനർജി കണക്ട് ചെയ്ത് വെക്കണം. നിങ്ങൾ കമന്റിൽ പറഞ്ഞാലും മതി, കമന്റിൽ പറഞ്ഞാലും മതി കേട്ടോ. നിങ്ങളുടെ ആവശ്യങ്ങൾ കമന്റിൽ പറഞ്ഞാലും മതി, അല്ലെങ്കിൽ എനിക്ക് ജസ്റ്റ് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടിരുന്നാൽ മതി. ഞാനത് കാണാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് അത്. അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ ഈ ഒരു സമയം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് കണക്ട് ചെയ്യുമെന്നാണ് എന്റെ വിശ്വാസം. കുറെ ആൾക്കാർ എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. എല്ലാം ദേവി നടത്തി തരട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കൊക്കെയും ഫലം തരട്ടെ. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ കുറേ വീഡിയോസ് എടുത്ത് ഞാൻ യൂട്യൂബിൽ ഇടാട്ടോ. അപ്പൊ എല്ലാവർക്കും കാണാമല്ലോ. അപ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ ഇന്നത്തെ ദിവസം. മാത്രമല്ല, ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹീൽ ചെയ്യാം,
പിന്നെ പ്രാർത്ഥിക്കാം. ലൈവ് അറിഞ്ഞൂടാട്ടോ എനിക്ക് വരാൻ പറ്റും അതിനുള്ള, കാരണം നാളെ രാവിലെ വീണ്ടും അമ്പലത്തിൽ പോവും. അറിഞ്ഞൂടാ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാട്ടോ നിങ്ങൾക്ക്. ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് ഞാൻ വീഡിയോയിലോ ഷോർട്സിലോ ഒക്കെ ഇട്ട് തരാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകാൻ ദേവി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.